ട്രെൻഡ് മാറി. വേടൻ ഇപ്പൊ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നു CPM-ന്റെ ഒരു പോറ്റിയെ കയറ്റിയ ഗാനത്തോടു കൂടി ആ ഗാനം എഴുതിയവരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ ട്രെൻഡ് പിടിച്ചുകൊണ്ട് വേടനെ പോലെയുള്ളവരുടെ പാട്ടുകളൊക്കെ ഇപ്പോൾ ആർക്കും വേണ്ടാതായി തോന്നുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ വെച്ച് വേടന്റെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നു. പരിപാടിയിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വന്നത്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് കമന്റ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നത് ജനങ്ങൾക്ക് ബുദ്ധി വെച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഈ പറയുന്ന കഞ്ചാവ് ഇനി വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാതി വിവേചനം വേണ്ട, ഇനി നല്ല പാട്ടുകൾ മാത്രം മതി. യഥാർത്ഥത്തിൽ വേടന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. വേടന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു 2017-18 ആ കാലം മുതൽ വേടൻ പാട്ടുകൾ പാടാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്, കമ്പോസ് ചെയ്യാറൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു വലിയ ബൂം വന്നു ഈ പുള്ളിയുടെ ഇതിന്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയാ ഒരു വലിയൊരു ബൂം ഉണ്ടാക്കി അവരെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിർത്തി താഴെ ഇടുന്ന പരിപാടി പണ്ട് മുതലേ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന ഈ ആദ്യം പറഞ്ഞ കാര്യം കഞ്ചാവ് മതിയാക്കി എന്നുള്ള ഒരു സാധനം, പുള്ളിക്കെതിരെ ലഹരി ഉപയോഗിച്ചതിന് കേസുണ്ട്, ലഹരി വെച്ചതിന് കേസുണ്ട്. അതെല്ലാം ഈ പറയുന്നത് പോലെ ലഹരി ഉപയോഗിച്ച് പാട്ട് പാടുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെ എതിർക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇത്രയും നാൾ എതിർത്തിരുന്നില്ല, ഇപ്പോഴാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അന്നും ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർത്തിരുന്നു. കാരണം അദ്ദേഹത്തെ അത് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വേടനെ പോലെയുള്ള ആൾക്കാര്. അതുപോലെ ഈ പറയുന്ന പോലെ ഈ ബുൾജെറ്റിനെ ആരാധിക്കുന്നവരില്ലേ. അപ്പോ ഓരോരുത്തർക്കും ഓരോ പക്ഷമാണ്. പക്ഷെ വേടൻ പറയുന്ന ജാതി വിവേചനം എന്ന് പറയുന്ന സാധനം, ആ ടോപ്പിക്കിനെ പറ്റി പാട്ടുകൾ എഴുതുന്നത്, പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്, പാടുന്നത്, അത് ഒരു കാലത്ത് നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോൾ വേടന്റെ ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവൻ ജാതി പറഞ്ഞവനല്ലേ, അവൻ മാറി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ലഹരി ഉപയോഗം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഇതെല്ലാം നമ്മൾ തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന വലിയ ഹൈപ്പ് കുറയുന്നത് തന്നെയാണ് നല്ലത്. അല്ല, വേടൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലങ്ങളിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി വന്ന, കേരളത്തിൽ ഇത്രത്തോളം ക്രൗഡ് പുള്ളറായിട്ട് മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ വേടൻ അപ്പുറം വെക്കാൻ ഒരാളില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. എനിക്ക് തോന്നുന്നു 1-2 വർഷം നമുക്ക് കണക്കാക്കാം. പലയിടങ്ങളിലും ലോകത്ത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വേടന്റെ പരിപാടി കാണാൻ ആളുകൾ ഉണ്ടാവുമെന്നു. ഭാഷാ ഭേദമന്യേ പലരും കാണാൻ വന്നിരുന്നു. ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ഒക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ വേടന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഈ 10-15 വയസ്സുള്ള കുട്ടികൾ എന്ത് മതം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് ജാതി അറിഞ്ഞിട്ടാണ് ഇവരെന്നിട്ടും ആ പാട്ടിനെ അത്രത്തോളം കൂടെ ചേർത്തുകൊണ്ട് അവര് വെറുതെ നടക്കുമ്പോൾ പോലും ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ആ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള പേര് മാറിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പരിപാടിക്കാണെങ്കിൽ പോലും വേടൻ വരുന്നത് കൊണ്ട് തന്നെ 10,000-ങ്ങളോളം ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു. നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരുന്നു. 1000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു ഗ്രൗണ്ട് തന്നെ വാഹന പാർക്കിംഗ്. പക്ഷേ 100-ൽ താഴെ വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1000-ൽ താഴെ ആളുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വേടന്റെ പരിപാടികൾ കണ്ടതിൽ വെച്ചിട്ട് ഇത്രത്തോളം വാക്വം ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലം കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മള് ഡബ്സിയൊക്കെ ഉണ്ടായ ഒരു സമയത്ത് ഡബ്സിയൊക്കെ വലിയ ഒരു റാപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ വലിയൊരു എന്താ പറയാ വലിയ പേര് തന്നെയായിരുന്നു, വലിയ പ്രശസ്തിയായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു കാലം കഴിഞ്ഞു, അടുത്ത ആള് വന്നു, അത് കഴിഞ്ഞു, അടുത്ത ആള്. ഇപ്പൊ വേടൻ വന്നു, വേടന്റെ ഒരു കാലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ആവർത്തന വിരസതയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുതിയ പാട്ടുകൾ വേടൻ ഇറക്കിയാൽ ഇനിയും ഇതുപോലുള്ള ഫാൻ ബേസ് പിന്നെയും പൊട്ടി വരുമായിരിക്കാം. അല്ല, വേടന്റേതായി പിന്നീട് ഇറങ്ങുന്ന പാട്ടുകളുടെയൊക്കെ ഒരു രീതി അല്ലെങ്കിൽ ട്യൂൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെ, ഏതാണ്ട് ഒരേ രീതിയിലേക്ക് പോകുന്നത്. ഒരു സമയത്ത് ഇറങ്ങിയ പാട്ടുകളുടെയൊക്കെ രീതി ഉള്ളത് തന്നെ ആയിരുന്നെങ്കിൽ പോലും പക്ഷെ അത് കേട്ടിരിക്കാൻ ഒരു ഇമ്പം ഉണ്ടായിരുന്നു, കേട്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു മടുപ്പിലേക്ക് മാറുന്നത് നമുക്ക് തന്നെ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു സമയത്ത് ചില പാട്ടുകൾ കേട്ടിരുന്നെങ്കിലും പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇനി അടുത്ത പാട്ട് കേൾക്കാം, വീണ്ടും ആ ഒരു 90s-ലേക്കും 80s-ലേക്കും പോകുന്ന ഒരു രീതിയിൽ അത് കേട്ട് മടുക്കുന്നതാണ്. നമ്മൾ ഒരേ പാട്ട് തന്നെ ഒരു 50 തവണ കേട്ടാൽ ആ പാട്ട് ഇതിലെന്തിരിക്കുന്നു എന്ന് തോന്നും. അതുപോലെ തന്നെ ഒരേ ട്യൂൺ തന്നെ വ്യത്യസ്തമായ വരികളിൽ ഒരേ ട്യൂൺ തന്നെ പലതവണ കേട്ടാൽ എങ്ങനെയുണ്ടാകും? ഈ വേടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയാളുടെ വരികൾ തന്നെയാണ്. അയാൾ വരികളിലൂടെ പറയുന്ന പൊളിറ്റിക്സ് ചെറുതൊന്നുമല്ല. അയാൾ പറയുന്ന വരികൾ കൊള്ളുന്നവരും ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം പലരും മോദിക്കെതിരെ പാടി എന്ന് പറഞ്ഞുകൊണ്ട് 4-5 വർഷങ്ങൾക്ക് മുൻപുള്ള പാട്ടൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അതിനെ വിവാദമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ യഥാർത്ഥത്തിൽ ആ സമയത്ത് വേടന് വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് വേടനെതിരെയുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അതുമായിട്ട് മുന്നോട്ട് പോവാണ്. ആ പെൺകുട്ടി ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. ആ കുട്ടി പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും പുറത്തറിയുന്നില്ല. പക്ഷെ സർക്കാർ പോലും
ഈ ആരോപണ വിധേയനെ ചേർത്ത് പിടിച്ച സമയം കണ്ടിരുന്നു, അവാർഡ് കൊടുക്കുന്നു. അപ്പോഴും പറഞ്ഞു പണ്ട് ഇന്ദ്രൻസിന്റെ ഹോം സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ദ്രൻസിന് അവാർഡ് കൊടുക്കാത്തത് ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ വേടന്റെ കാര്യത്തിൽ വന്നപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പൊതുപരിപാടിക്ക് ക്ഷണിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വേടനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പൊതു അജണ്ടയുടെ ഭാഗമായി ഉണ്ടായ കാര്യമല്ല ഇപ്പോൾ ഉള്ള ഈ ഹൈപ്പ് എന്ന് പറയുന്നത്. എനിക്കൊന്നു ഖത്തറിലുണ്ടായിരുന്ന ഒരു പരിപാടിക്കും ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആള് കുറവായിരുന്നു, ഇവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ലാഭം ലഭിക്കാതെ ഇപ്പോൾ ഒന്ന് രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ. പക്ഷേ ഇത്രത്തോളം തിരിച്ചടിയാകുന്നത് എനിക്കൊന്നും ആദ്യമായിട്ടാണ്. ആറ്റിങ്ങലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ഒരു പരിപാടി സംഘടിപ്പിച്ച ഒരു വ്യക്തി മരിച്ചതും ചെളിയിൽ പരിപാടി നടത്തിയതും ഒക്കെ ഓർക്കുന്നില്ലേ? അത്തരം വലിയൊരു ക്രൗഡിൽ നിന്ന് ഇത്രയും ആളില്ലാത്തൊരു നിലയിലേക്ക് ഇതെത്തിയത് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി തന്നെ ആയിരിക്കാം. പാട്ടിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പുതിയ ആവർത്തന, ഈ ഹർഷ പറഞ്ഞ പോലെ ആവർത്തന വിരസത, വീണ്ടും പുതിയ പാട്ടുകൾ വരാത്തതിന്റെ ബുദ്ധിമുട്ട്, അതൊക്കെ ആയിരിക്കാം. അതെ, ആയിരിക്കാം. അപ്പൊ ഇനി എന്തായാലും വേടനെ വെച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട്. പുതിയ റാപ്പർമാർ സോഷ്യൽ മീഡിയ തന്നെ ആൾക്കാരെ വളർത്തുന്നു, അതുപോലെ എടുത്തങ്ങ് താഴേക്കിടുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പൊ വേടനും വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രാഹുലിനെതിരെയുള്ള പരാതികളും മാത്രമായിരുന്നു മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേടന് ഒരു സമയത്ത് വേടനും വേടന്റെ പരിപാടികളും അല്ലെങ്കിൽ വേടനെതിരെ വന്ന പരാതിയും പെൺകുട്ടിയും മാത്രമായിരുന്നു. ബ്രേക്കിംഗ് ആയിട്ട് പല സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയകളിൽ പോലും വേടനെതിരെ പരാതി, വേടനെതിരെ രണ്ടാമതും പരാതി, മൂന്നാമതും പരാതി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വേടനെതിരെ പരാതി ഉണ്ടോ ഇല്ലയോ, ഇപ്പൊ നമ്മൾ പോലും തുടക്കത്തിലൊന്ന് സംശയിച്ചു, ഇപ്പോഴും പരാതി നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ അറിയില്ല. അത്രത്തോളം ആർക്കും വേണ്ടാതെ ആയിരിക്കുകയാണ് വേടനെ എന്നുള്ളത്. മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞു. ന്യൂസിന്റെ ടൈംലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമുക്ക് പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ പഴയ വാർത്തകൾക്ക് പ്രാധാന്യം ഇല്ലാതെ പോകും. അതുമല്ല പ്രേക്ഷകർക്കും കാണുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പഴയ കാര്യങ്ങൾ സംസാരിച്ചാൽ ആരും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങളും ലൈക്ക് വി ആർ ഫോഴ്സ്ഡ്, നമ്മളും ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇതിന് പുറകെ പോകാതിരിക്കുന്നത്. പുതിയ വാർത്തകൾ കൊണ്ടുവരുന്നില്ല. പുതിയ വാർത്തകൾ ഏതെങ്കിലും ഒന്ന് രണ്ട് പരാതിയും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് വേടൻ വരുവാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ സജീവമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കി കാത്തിരിക്കാം, ഇനി പുതിയ പാട്ടുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ പരാതികൾ വരുന്നുണ്ടോ. ഇനിയിപ്പോ പരാതിയൊന്നും ഉണ്ടാവില്ലായിരിക്കും, കാരണം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതിയുമായി പെൺകുട്ടികൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. പക്ഷെ അത്രത്തോളം മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല.